Konnichiwa minasan, welcome back to another video. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കൊമിക്സോ. നമ്മൾ നോക്കാൻ പോകുന്നത് സോളോ ലെവലിൻ്റെ സൈഡ് സ്റ്റോറീസിൻ്റെ എപ്പിസോഡ് 9 ആണ് ഗൈസ്. ഇനി വെറും 2 എപ്പിസോഡും കൂടെ കഴിഞ്ഞാൽ സോളോ ലെവലിംഗ് കംപ്ലീറ്റ്ലി എൻഡ് ആകാൻ പോകുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് നന്നായിട്ട് കാണണം കേട്ടോ. സോ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫേവററ്റ് ആയിട്ടുള്ള ക്യാരക്ടറിൻ്റെ പേര് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. സോ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ കാണുന്നു പ്രതീക്ഷയുണ്ട്. ഞാൻ നേരെ വീഡിയോയിലേക്ക് കടക്കുവാണ്. അങ്ങനെ ചാപ്റ്റർ തുടങ്ങാനടുത്ത് കുറച്ചധികം മേജസിനെ കാണാൻ സാധിക്കുന്നുണ്ട്. അവരുടെ സൂഹുവിൻ്റെ നേരെ ഫയർ പവർ യൂസ് ചെയ്ത് ഒരു അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അത് കുറച്ച് വൈഡ് ആയിട്ടുള്ള അറ്റാക്ക് ആയിരുന്നെങ്കിൽ കൂടിയും അവനത് ഡോഡ്ജ് ചെയ്ത് മാറുന്നുണ്ട്. ഈ മേജസിൻ്റെ എതിരെ അവൻ ഫൈറ്റ് ചെയ്യാൻ കുറച്ചധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാ മേജസും കൂടെ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഒരു വലിയൊരു അറ്റാക്ക് അവൻ്റെ നേരെ ചെയ്യും. പക്ഷേ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഷീൽഡ് കൊണ്ട് അവനത് ബ്ലോക്ക് ചെയ്ത് മാറുന്നുണ്ട്. ഈ ഒരു സമയത്താണ് ആ ഒരു മേജസിൻ്റെ ഒക്കെ അറ്റാക്കിൻ്റെ പാറ്റേൺ മാറുന്നത്. അവരൊരു വലിയൊരു ഗോളത്തിനെ അവിടേക്ക് സമൺ ചെയ്യും. കുറച്ച് വലിയ ഗോളമാണെങ്കിൽ കൂടിയും സൂഹോയ്ക്ക് ആ ഗോളത്തിനെ കണ്ടപ്പോൾ കുറച്ചധികം ആശ്വാസമായി. അവൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഷീൽഡ് താഴേക്ക് ഇട്ടിട്ട് പറയുന്നുണ്ട്, ഇനി എന്തായാലും എനിക്ക് ഇത് വേണമെന്ന് തോന്നുന്നില്ല. അടുത്ത സെക്കൻഡ് തന്നെ തൻ്റെ സോഡ് യൂസ് ചെയ്ത് ആ ഒരു ഗോളത്തിനെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന മറ്റു കുറച്ച് ടീംസിനെ കൂടെ അറ്റാക്ക് ചെയ്തിട്ട് പറയുന്നുണ്ട്, എന്തായാലും ഈ വാളും ഇനി എനിക്ക് വേണമെന്ന് തോന്നുന്നില്ല. എന്നിട്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന അമ്പമില്ലും എടുത്ത് കുറച്ചധികം ഡീമൻസിനെ ഡിഫീറ്റും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതും അവിടെ ഇട്ടിട്ട് പെട്ടെന്ന് ഒരു ഡീമിൻ്റെ പുറകിൽ പോയി നിൽക്കും. എന്നിട്ട് തൻ്റെ കയ്യിലാണെന്ന 2 ഡാഗർ കൊണ്ട് അവനെ അങ്ങോട്ട് മുറിച്ച് കളയുകയും ചെയ്യും. എന്നിട്ട് ദൂരെ ഉണ്ടെന്ന 2 മോൺസ്റ്റേഴ്സിൻ്റെ നേരെ അവൻ ആ ഡാഗർ എടുത്ത് ഇരുന്നിട്ട് പറയുന്നുണ്ട്, ഒന്നും തന്നെ എനിക്ക് വേണ്ട, കാര്യം ആമ്പിള്ളേർ ഫയർ ചെയ്യുന്നത് കൈകൾ കൊണ്ടാണ്. സുഹോ നന്നായിട്ട് തന്നെ ഡെവലപ്പ് ആവുന്നുണ്ടായിരുന്നു. അവൻ്റെ ഫ്രണ്ടിൽ വന്ന ഓരോ എനിമീസിനെ അവൻ കൊന്നു തള്ളാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ അവൻ്റെ ക്ലാസ് ചേഞ്ചായി. ഇപ്പോൾ ഒരു മാർഷൽ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സാണ്. അങ്ങനെ വീണ്ടും കുറച്ചധികം പോയിന്റ്സ് ഒക്കെ കിട്ടി കഴിയുമ്പോൾ അവന് പുതിയൊരു പേരും കൂടെ കിട്ടും, സോൾ സ്ട്രൈക്കർ. പക്ഷേ ഇതൊന്നും പോരാ എനിക്ക് അവനെ ഡിഫീറ്റ് ചെയ്യാനായിട്ട്. ഇതിൽ കൂടുതൽ വേണം. എനിക്ക് ഇനിയും സ്ട്രോങ്ങർ ആയിട്ട് മാറണം. ഞാനിവിടെ അനങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ ഈ കാണുന്ന എനിമീസൊക്കെ വീണ്ടും റീജനറേറ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ സൂഹോ നന്നായിട്ട് തന്നെ ഡെവലപ്പായിട്ടുണ്ട്. വീണ്ടും അവരെ ഡിഫീറ്റ് ചെയ്തതിന് ശേഷം അവന് പുതിയ ഗോങ്ലെറ്റ്സും കിട്ടിയിട്ടുണ്ട്. അവസാനം ആ ഒരു ഡോർ തുറന്ന് അവൻ അകത്തേക്ക് കയറിയിട്ടുണ്ട്, ഇഗ്രിസ് ഇരിക്കുന്ന ആ ഒരു റൂമിലേക്ക്. ഇത്തവണ ഇഗ്രിസ് അവനെ കാത്തിരിപ്പുണ്ടായിരുന്നു. സൂഹോ ചോദിക്കുന്നുണ്ട്, എന്തുപറ്റി, നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നോ? പക്ഷേ ഇത്തവണ പഴയ പോലെ ആയിരിക്കത്തില്ല. സൂഹോ ഇപ്പോൾ കറന്റ് ലെവൽ 17 ആയിട്ടുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ ഈഗ്രിസ് ഒരു അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവനായിട്ട് അത് ഡോഡ്ജ് ചെയ്ത് മാറിയിട്ട് അവർ തമ്മിലുള്ള ആ ഒരു ബാറ്റിൽ തുടങ്ങുവാണ്. നല്ല ടൈറ്റായിട്ടുള്ള ബാറ്റിൽ തന്നെയാണ്. കാര്യം അവരുടെ ഓരോ അറ്റാക്കും ചുറ്റുമുണ്ടായിരുന്ന എല്ലാം തന്നെ നശിപ്പിച്ച് കളയുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെയൊന്നും അവർ രണ്ടുപേരും നിന്നില്ല. വീണ്ടും അവർ പുഷ് ചെയ്തുകൊണ്ടേയിരുന്നു അവരുടെ ലിമിറ്റ് എത്തുന്നവരെ. സുഹോക്ക് അറിയാമായിരുന്നു ഇതൊന്നും പോരെന്ന്. ഇപ്പം നിൽക്കുന്ന ലെവലിൽ പോലും അവനൊന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ലെന്ന്. അവൻ ഇനിയും സ്പീഡ് വേണമെന്ന് നന്നായിട്ട് തന്നെ അറിയായിരുന്നു. ആ ഒരു സമയത്താണ് ഇഗ്രിസ് അവൻ്റെ നേരെ ഒരു അറ്റാക്ക് ചെയ്യുന്നത്. അവനവിടെ തീർച്ച് ബാക്കിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ആ ഒരു സമയത്ത് സുഹോ അടുത്തൊരു അറ്റാക്കിന് വേണ്ടി പൂർണ്ണമായിട്ടും റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു. പെട്ടെന്നായിരുന്നു സുഹോ ആ ഒരു അറ്റാക്ക് ചെയ്യുന്നത്. ഇത് കാണുമ്പോൾ ഇഗ്രിസും ഞെട്ടിത്തെറിച്ചു പോകും. കാര്യം യങ് മോണാർസിന്റെ പവർ എന്ന് പറയുന്നത് 100% എത്തിയിട്ട് പോലുമില്ല. എന്നിട്ടും ഇത്രയധികം സ്ട്രോങ്ങർ ആണെന്നും പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് സുഹോ വിട്ടുകൊടുക്കത്തില്ല. അവൻ വീണ്ടും ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുവാണ്. ഓരോ ഫൈറ്റ് കഴിയാൻ നേരത്തും ഓരോ വട്ടം ലെവലപ്പായി കഴിയാൻ നേരത്തും എനിക്കൊരു കാര്യം അറിയാം, ഈ ബ്ലാക്ക് നൈറ്റ് എന്ന് പറയുന്നത് എനിക്ക് വിചാരിക്കുന്നതിലും അപ്പുറമായിട്ടുള്ള സ്ട്രോങ്ങറാണ്. അവൻ്റെ സ്ട്രെങ്ത് കമ്പയർ പോലും ചെയ്യാൻ സാധിക്കത്തില്ല ആ നോർമൽ സോൾജേഴ്സുമായിട്ട്. പക്ഷേ ആ ഒരു സമയത്ത് തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനും ഏകദേശം അതുപോലെ തന്നെയാണ്. ഞാനും ഇവനെപ്പോലെ തന്നെയാണ്. ഓരോ ഫൈറ്റ് കഴിയാൻ നേരത്ത് ഞാനും സ്ട്രോങ്ങറായി മാറും. അതിലുപരി എനിക്ക് അഡീഷണൽ പോയിൻറ്റ്സും കിട്ടും. ആ പോയിൻറ്റ്സൊക്കെ വെച്ച് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ ലെവൽ 70 ആയിരിക്കത്തില്ല, ഞാനിപ്പോൾ ലെവൽ 110 എന്നിട്ട് ഒരു കീട്ടിലിന് അറ്റാക്കാണ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് സുഹുവിൻ്റെ എല്ലാ പവേഴ്സും വീണ്ടും 40+ ആയിട്ടുണ്ട്. അങ്ങനെ ഇഗ്രിസ് തെറിച്ച് ഒരു ഭിത്തിയിൽ പോയി കിടക്കുവാണ്. പക്ഷേ ആ സമയത്ത് തന്നെ സുഹു അവിടേക്ക് വന്നിട്ട് വീണ്ടും അവനെ ഇടിക്കുന്നുണ്ട്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടിച്ച് ആ ഭിത്തിയും പൊട്ടിച്ച് ഇഗ്രിസുമായിട്ട് അവൻ പുറത്തേക്ക് വരും. അങ്ങനെ അവർ തമ്മിൽ വീണ്ടും നേരെ നിൽക്കുവാണ്. പക്ഷേ ആ സമയത്തും സുഹു പെട്ടെന്ന് ഇഗ്രിസിന് നേരെ ഒരു കിട്ടിലും പഞ്ച് വെച്ച് കൊടുത്ത് ഇഗ്രിസിനെ ബാക്കിലേക്ക് തെറിപ്പിക്കുന്നുണ്ട്. ഈ സമയത്ത് ഇഗ്രിസിന്റെ ബോഡി ചെറുതായിട്ട് ബ്രേക്ക് ആകാനും തുടങ്ങും. ഇവന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അവനൊരു ഡിവൈൻ എക്സിസ്റ്റൻസിൻ്റെ മകനാണ്. അതുമാത്രമല്ല ഫോർഗോട്ടൺ ഹിസ്റ്ററിലെ ഒരു എസ് റാങ്കിൻ്റെ കൂടെ മകനാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ സ്ട്രെങ്ത് അൺകമ്പയറബിൾ ആണ്. അവനെൻ്റെ പവർ എന്താണെന്ന് പോലും അറിയാൻ മേല, അവന് പ്രോപ്പർലി യൂസ് ചെയ്യാൻ പോലും അറിയാൻ മേല. എന്നിട്ടും അവൻ ഇത്രയും സ്ട്രോങ്ങർ ആണല്ലേ. ഈ സമയത്ത് പുള്ളിക്കാരൻ, അതായത് നമ്മുടെ സുഹു ചാടി ഇഗ്രിസിന് നേരെ വരുന്നുണ്ടായിരുന്നു. ഇഗ്രിസ് അപ്പോൾ പറയുന്നുണ്ട്, യങ് മൊണാർച്ച്, ഞാൻ തോറ്റിരിക്കുന്നു. പെട്ടെന്ന് ഇഗ്രിസിന് നേരെ അവനൊരു അറ്റാക്ക് ചെയ്ത് ഇഗ്രിസിനെ കഷ്ണങ്ങളായിട്ട് പൊട്ടിച്ച് കളയുന്നുണ്ട്. അങ്ങനെ ഇഗ്രിസ് അവിടെ തോറ്റിരിക്കുവാണ്. ഇത് കണ്ടത് സുഹോ കിടന്ന്
കാർന്നുണ്ട് ഞാൻ ജയിച്ചു എന്നും പറഞ്ഞുകൊണ്ട് സുഹോ കുറെ വട്ടം ലെവലപ്പ് ആയിട്ടുണ്ട്. പെട്ടെന്ന് ഒരു ഗേറ്റ് പ്രത്യക്ഷപ്പെടും. അങ്ങനെ അവൻ പറയുന്നുണ്ട് അവസാനം അത് എത്തിയെന്നും പറഞ്ഞുകൊണ്ട് ആ ഗേറ്റിന്റെ പുറത്തേക്ക് കടക്കാൻ നിർത്ത് അവൻ കാണുന്നത് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോകുന്നൊരു കാഴ്ചയായിരുന്നു. ഒരു വലിയൊരു ടവർ കത്തിക്കൊണ്ട് നിൽക്കുവാണ്. അവന് മനസ്സിലായി ഇതൊരു ടവർ ആണെന്ന്. പെട്ടെന്നാണ് അവിടെ ഒരു ഡീമൻ വരുന്നത്. സുഹോ ഫൈറ്റ് ചെയ്യാനൊന്നും നിന്നില്ല. ആ ഒരു ഡീമന്റെ കണ്ണിലേക്ക് തുറച്ച് നോക്കത്തേ ഉള്ളൂ. അത് അതേപോലെ തന്നെ അവിടെ നിന്നുപോകും. സുഹോ ഇത് വിചാരിച്ചു അതൊരു സ്റ്റാച്ചു ആണെന്ന്. കാര്യം അത്രയും പേടിച്ച് വിറച്ച് ആ ഒരു ഡീമൻ അവിടെ അനങ്ങാതെ നിന്നുപോകും. അങ്ങനെ സുഹോ ഒരു ഡോറ് കാണുവാണ്. ആ ഡോർ തുറന്ന് അവനകത്തേക്ക് കയറുന്നുണ്ട്. അതിൻ്റെ അകത്ത് കുറച്ചധികം ഡീമൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ശരിക്കും സുഹോ ഞെട്ടിപ്പോയി. കാര്യം ടവർ 10ഉം 20ഉം 30ഉം വളരെ സിമ്പിളായിട്ടാണ് അവൻ ഡിഫീറ്റ് ചെയ്തത്. അവന് പോലും മനസ്സിലാകുന്നില്ല ഇതെങ്ങനെയാണ് ഇതൊക്കെ സാധിച്ചതെന്ന്. എല്ലാവരും ഭയങ്കര വീക്കായിരുന്നു. ഈവൻ 50ാമത്തെ ഫ്ലോറിലെ മാസ്റ്റർ പോലും അവൻ വളരെ സിമ്പിളായിട്ട് ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞു. ആ ബ്ലാക്ക് നൈറ്റിനെ ഡിഫീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ശരിക്കും സ്ട്രോങ്ങർ ആയില്ലേ. എന്തായാലും ഈ പോക്കാണ് പോകുകയാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് എനിക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന എല്ലാ മോൺസ്റ്റേഴ്സിനും സുഹോ വലിച്ചിട്ട് കീറുവാണ്. അങ്ങനെ അവസാനം 100ാമത്തെ ഫ്ലോറിലേക്കും അവൻ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അവിടേക്ക് ചെന്നതും അവനെ കാത്ത് 3 പേരുണ്ടായിരുന്നു അവിടെ. സമയം എന്തായാലും ഒട്ടും തന്നെ കളയണ്ട, ഇവരെയും കൊന്നേക്കാന്നും പറഞ്ഞുകൊണ്ട് സുഹോ ചാടി വന്നപ്പോഴാണ് അവൾ പറയുന്നത് നിക്ക് 1 മിനിറ്റ്, താങ്കൾ ഇത്ര എളുപ്പത്തിലൂടെ വരുമെന്ന് ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല. അതും സോൾജേഴ്സ് ഒന്നും ഇല്ലാതെ. ഇതിനു മുമ്പൊന്നും നടന്നിട്ടില്ല കേട്ടോ. ഇതിനു മുമ്പ് അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അതൊന്നുമില്ല, ഞാനാണ് എസേൽ, ഇവിടുത്തെ ഡീമൻ ലോന്റെ മൂത്ത മകൾ. സോ ഇതാണ് ലാസ്റ്റ് സ്റ്റേജ്. നീ പറയുന്നത് ഇവിടെ വരെ ഉള്ളതാണോ? ഇതിലപ്പുറം ഒന്നുമില്ലേ? സത്യം പറഞ്ഞാൽ ഇതാണ് എൻ്റെ. അല്ല, ഇതിനു മുമ്പ് ഒരു ഡീമൻ കിങ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ പണ്ടത്തെ കാലം. ഇപ്പം എന്തായാലും ഞങ്ങളാണ് നമ്പർ 1 ഇവിടെ വരെയുള്ളത്. എന്തായാലും കൺഗ്രാജുലേഷൻസ്. അല്ല, എൻ്റെ അച്ഛനാണല്ലോ ഒരു പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. താങ്കൾ എന്തായാലും അവിടേക്ക് വരുന്നോ? അല്ല, നീയല്ലേ ഇപ്പോൾ പറഞ്ഞ ഇതെല്ലാം തീർന്നത്. അപ്പോൾ പിന്നെ അതെന്തുവാണ്? ഏത്? അത് ഗേറ്റാണ്. അത് മറ്റൊരു സ്പേസിലേക്കുള്ള ഒരു വഴി മാത്രമാണ്. ഗേറ്റോ? സോ അതാണല്ലേ അത്. അല്ല, താങ്കൾ എന്തായാലും കൂടുന്നില്ല? എന്തായാലും കൂടുന്നില്ല. ഞാൻ എന്തായാലും ഇപ്പോൾ പോകുവാണ്. എന്തായാലും പിന്നെ വരാം. സോ അച്ഛനെപ്പോലെ തന്നെയാണ് മകനും അല്ലേ, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. നിന്റെ പേര് ഇസേൽ എന്നല്ലേ പറഞ്ഞ? ഞാൻ എന്തായാലും ഓർത്ത് വെക്കുന്നതായിരിക്കും. നമുക്ക് എന്തായാലും ഇനി കണ്ടുമുട്ടാന്ന് പറഞ്ഞുകൊണ്ട് അവൻ ടാറ്റയും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇത് കാണുന്നത് അവൾക്ക് ചിരിയാണ് വന്നത്. അങ്ങനെ അവൻ വീണ്ടും ആ ഒരു ഗേറ്റിൻ്റെ അകത്തൂടെ കയറി പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ഇതൊരു ട്രാപ്പാണെന്ന് അവന് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. അവൻ ചെന്ന് ഇറങ്ങുന്നത് കുറേയധികം ഉറുമ്പിന്റെ നടുക്കായിട്ടായിരുന്നു. സർപ്രൈസ് ആയിപ്പോയി നമ്മുടെ സുഹോ. അവനായിട്ട് ജീവനം കൊണ്ട് കിടന്ന് ഓടുന്നുണ്ട്. പക്ഷെ അവന് സിമ്പിളായിട്ട് തന്നെ അവരൊക്കെ ഡിഫീറ്റ് ചെയ്യാന്നേ ഉള്ളൂ. പക്ഷെ അവരുടെ എണ്ണമായിരുന്നു അവിടുത്തെ പ്രശ്നം. അങ്ങനെ കുറേ നേരം അവരെ ഡിഫീറ്റ് ചെയ്ത് അവൻ വീണ്ടും കുറച്ചധികം ലെവലപ്പായി. ഇപ്പം ലെവൽ 94 ആയിട്ടുണ്ട്. അങ്ങനെ ഒരു ഡോർ അവൻ കാണുന്നുണ്ട്. ആ ഡോർ തുറന്ന് അവൻ അകത്തേക്ക് കയറുന്നുണ്ട്. ചോദിക്കുന്നുണ്ട്, സോ ഇത് ഇത്ര വലുതാണല്ലോ, പക്ഷേ ഇവിടെ ആരെയും കാണുന്നില്ലെന്ന് പറയുന്നിടത്താണ് പെട്ടെന്ന് ഒരു ആൻറ്റി അവിടേക്ക് നടന്നു വരുന്നത്. അത് മറ്റാരും അല്ലായിരുന്നു, നമ്മുടെ ബെറുവായിരുന്നു. പക്ഷേ അല്ല, ഇവൻ എന്തിനാണ് ഈ കിടന്ന് കരയുന്നത്? പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബെറു നേരെ പുള്ളിക്കാരൻ്റെ പവേഴ്സൊക്കെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സൂഹുവിൻ്റെ നേരെ പുള്ളിക്കാരൻ ചെല്ലുവാണ്. അവർ തമ്മിലുള്ളൊരു ഫൈറ്റ് വീണ്ടും അവിടെ തുടങ്ങുവാണ്. പക്ഷേ ഓളത്തിൽ എന്നാന്ന് വെച്ചാൽ ബെറുവിൻ്റെ ഓരോ അറ്റാക്സും സുഹോ ഡോഡ് ചെയ്ത് മാറിയിട്ട് തിരിച്ച് നല്ല കിടിലൻ അറ്റാക്സാണ് തിരിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ടൈമിലും ബെറുവിന് അവനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കൂടിയും അതൊന്നും ചെയ്യാതെ അവനിങ്ങനെ സ്റ്റോപ്പായി നിൽക്കുവാണ്. ഇത് കണ്ട് സുഹോയെ സർപ്രൈസ് ആയിട്ട് നിൽക്കുവാണ്. പക്ഷേ അതൊന്നും അവൻ മൈൻഡ് ചെയ്യാതെ ബെറുവിനെ അവനും വലിച്ചിട്ട് കണ്ട് കീറുവാണ്. അങ്ങനെ ബെറുവിൻ്റെ അടുത്ത് പെരുമാറിക്കൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. ഗൈസ്, ഇനി വെറും 2 എപ്പിസോഡും കൂടെ മാത്രമേ ഉള്ളൂ സോളോ ലെവലിംഗ് കംപ്ലീറ്റ്ലി എൻഡ് ആകാനായിട്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഫ്രണ്ടിലുള്ളത് സോളോ ലെവലിങ്ങിൻ്റെ റാഗ്നറോക്കാണ്. അത് സുഹോൻ്റെ കഥയാണ്. സുഹോ എങ്ങനെയാണ് എന്താണെന്നൊക്കെ നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്.